സുഹൃത്തുക്കളെ, എൻ്റെ നേരകളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. മദ്യത്തിൻ്റെ പേരിൽ നടക്കുന്ന കോലാഹലങ്ങൾ, PM ശ്രീ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ബോറടിക്കുമെന്നുള്ള ആശങ്കയുള്ളതുകൊണ്ട് ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായിട്ട് ഇവിടെ ഭരണകക്ഷിയായിരുന്ന ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്നും തെന്നിമാറിയത് BJPയുടെ കയ്യിലെത്തിയിരിക്കുക. വളരെ നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ, ഒരാളിന്റെ മെജോറിറ്റിയേ ഉള്ളൂ. അപ്പോൾ കുറെ കാലങ്ങളായിട്ട് അതിന് നഗരസഭയ്ക്കകത്ത് ഒരുപാട് അഴിമതികളും സ്വജനപക്ഷപാതവും, ഒരു ബാലിക മേയർ വന്ന് കാണിച്ച എന്താ പറയണ ഒരു ഇൻഫാന്റലിസ്റ്റിക് എന്ന് പറയാവുന്ന ചില നടപടികളും ഒക്കെ അത് എക്സ്പോസ് ചെയ്ത് വരുന്നു. അപ്പോൾ അതിനെതിരായിട്ട് ഇവിടുത്തെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇടതുപക്ഷ മാർക്സിസ്റ്റ് പാർട്ടിയാണ് പ്രധാനമായിട്ട് ഇവരെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുവാനായിട്ടുള്ള ശ്രമമാണ്. അതിലൊരു പ്രശ്നം കിടക്കുന്നത് ആക്ച്വലി കോൺഗ്രസും CPM കൂടി യോജിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അത് അത്ര എളുപ്പമായിട്ടുള്ള ഒരു ഫോർമുല അല്ല എന്നുള്ളതുകൊണ്ടാണ് BJP നിന്ന് പഴിക്കുന്നത്. അവരിപ്പോൾ കണ്ടുപിടിച്ചൊരു പോംവഴി എന്ന് പറഞ്ഞൊരു 10-25 കൗൺസിലർമാര് സത്യപ്രതിജ്ഞ ചെയ്ത് സാമാജികരായപ്പോൾ സത്യപ്രതിജ്ഞ വാചകത്തിൽ അവർക്കിഷ്ടമുള്ള ദൈവങ്ങളുടെ പേര് പറഞ്ഞു. അത് കോടതി നിയമവിരുദ്ധമാണെന്നും അപ്പോൾ അതിന്റെ പേരിൽ അവരുടെ ഇലക്ഷൻ തന്നെ നള്ളിഫൈ ചെയ്യണമെന്നുള്ളതൊക്കെയായിരുന്നു ഈ കേസ് കൊടുത്തവരുടെ വാദം. അതൊന്നും ചെയ്തില്ല. പക്ഷേ ഇവർ വീണ്ടും 10-40 ദിവസത്തിനകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് അവർ ഉടനെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു. ആ പ്രശ്നം ഏതാണ്ട് ഒതുങ്ങി. പക്ഷെ ഒരാളിന്റെ കാര്യത്തിൽ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അയാളെ സഭയിലെത്തിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിക്കാനുള്ള എഴുന്നത്തിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായി. ഇന്ന് കുന്തും തള്ളും അടിയും ബഹളവും. ഞാൻ അറിയുന്നത് നഗരസഭ മേയറുടെ കാല് തന്നെ പൊട്ടിയിരിക്കുകയാണെന്നുള്ളതാണ്. ഞാൻ ആലോചിക്കുന്നത് ജനാധിപത്യ ക്രമം വളരെ നല്ലതാണ്, പക്ഷേ അതിന്റെ പേരിൽ ഒരുപാട് പ്രഹസനങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ എന്നുള്ളത് ആവശ്യമായ ഒരു ഘടകമായിരിക്കാം. പക്ഷെ അത് ഇപ്പോൾ എക്സിക്യൂഷൻ പവറുള്ള മന്ത്രിമാര് സത്യപ്രതിജ്ഞ ചെയ്യണം, പിന്നെ മുഖ്യമന്ത്രി ഡെഫിനറ്റ്ലി സത്യപ്രതിജ്ഞ ചെയ്യണം. അവരൊക്കെ എക്സിക്യൂട്ടീവ് പവേഴ്സിന്റെ ആളുകളാണ്. പക്ഷേ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാവരും വന്ന് ഒരേ വാചകം ഇങ്ങനെ ഉരുവിട്ട് അവർക്ക് ആർക്കും തന്നെ ആക്ച്വലി പറയുന്ന തരത്തിലുള്ള എക്സിക്യൂട്ടീവ് പവറൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ പ്രഹസനം കാണിക്കുന്നത്? നിയമസഭയിലാണെങ്കിൽ ഒരു ദിവസം മുഴുവനും 140 പേര്, എന്നിട്ട് ഇതിനകത്ത് ചൊല്ലിക്കൊടുക്കുന്ന വാചകമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കൂട്ടിക്കയറ്റി അതായത് അവർക്ക് അവരുടെ ജോലിയുമായിട്ട് ഒരു പുലബന്ധമില്ലാത്ത വിധത്തിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ മാതൃകാപരമായിട്ട് ഞാൻ വീണ്ടും അമേരിക്കയുടെ കാര്യമാണ് പറയുന്നത്. ആകെ ഒരു സെന്റൻസോ 2 സെന്റൻസോ ആണ്. ടു ഡിഫെൻഡ്, പ്രിസർവ്, ഡിഫെൻഡ് ആൻഡ് പ്രൊട്ടക്ട് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. തുടക്കത്തിലെ ആക്ച്വലി തോമസ് ജെഫേഴ്സൺ വരെയൊക്കെ പ്രസിഡന്റ് ആയപ്പോൾ അത് നിന്നിരുന്നു. അതിനുശേഷമാണ് അവര് സോ ഹെൽപ്പ് മി ഗാഡ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ എഴുതി ചേർത്തു. ഈ ട്രസ്റ്റ് ഇൻ ഗാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരായിട്ട് കേസ് കൊടുക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ പലപ്പോഴും നടന്നു. കാരണം അമേരിക്ക ഒരു മതാധിഷ്ഠിത രാഷ്ട്രമല്ലല്ലോ, മതത്തിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സംവിധാനമാണ് അവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത്രയും കാലം നടന്നു പോകുന്നത്. അപ്പൊ ഇവിടെയും ആ വാചകം വളരെ സിമ്പിളാക്കി ഈ പറയുന്ന കോൺട്രവേഴ്സിയിലൊന്നും എത്തിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായനെ. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഹൈക്കോടതി തന്നെ നേരത്തെ ഒരു വിധിയിൽ 2006 മറ്റാണെന്ന് തോന്നുന്നു, അതായത് അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആളുകളുടെ എതിരായിട്ടൊരു കേസ് വരികയും അപ്പോൾ കോടതി പറഞ്ഞു അള്ളാഹു ദൈവം തന്നെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല എന്നാണ് തോന്നി. പക്ഷെ ഇപ്പോ ഹിന്ദു ദൈവങ്ങളുടെ പേര് വന്നപ്പോ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് സുപ്രീം കോടതി പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താകുമെന്ന് അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ജനാധിപത്യക്രമം നടത്തിക്കാനായിട്ടുള്ള
പരിശ്രമം ലോകത്ത് പലയിടത്തും ഇത് ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലാണ്. കാരണം എവിടെയോ ആരോ വലിയ മഹാൻ പറഞ്ഞിട്ടുണ്ട്, ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ സംവിധാനമൊന്നുമല്ല, പക്ഷെ അതിനേക്കാളും നല്ലൊരു സംവിധാനം നിലവിലില്ലാത്തതുകൊണ്ട് മാത്രം നമുക്കത് പരീക്ഷിച്ചേ തീരുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഇത്തരത്തിലുള്ള ചില ന്യൂനതകൾ ആലോചിച്ചുറപ്പിച്ചിട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നാകുമായിരുന്നു. ഇന്നിപ്പോ നഗരസഭാ പ്രവർത്തനം തന്നെ ഈ ഒരു പച്ച മലയാളത്തിൽ ചീള് കേസിന്റെ കാര്യത്തിൽ അടുത്ത കുറെ ദിവസങ്ങൾ സ്തംഭിക്കാൻ പോവുക. ഇഞ്ചേർഡ് മേയർ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല. ഒരു ക്രിമിനൽ കേസ് ഉണ്ടാവും, അതിന്റെ പേരിൽ പലരും ജയിലിലാവും, പിന്നെ അതിനെതിരായിട്ട് പ്രക്ഷോഭം ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ കൊള്ളാമെന്ന് നിങ്ങളോടൊപ്പം ആശിച്ചുകൊണ്ട് എൻ്റെ ഈ ജൽപ്പനങ്ങൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.